കേരള ഹോം മിനിസ്റ്റർ സൂപ്പർ. പെരുമ്പാവൂർ ഭായിമാരെ കിടന്ന് കൂത്താട് അല്ലേ, കുർമാളിക്കല്ലേ? പെരുമ്പാവൂർ പഴയ പെരുമ്പാവൂരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പോലീസാണ് വളരെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ പോലീസ് ഉള്ള ഒരു കച്ചറ ടീപ്പൊന്നുമില്ല. ലഹരിക്കെതിരെ പോലീസാണ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. തൂഫാൻ അടിപൊളി. तूफान अच्छा है ना, इधर के लिए पिरम्बोर के लिए ज्यादा अच्छा है, वो बेटर है. ഭായിമാരെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണോ? ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണൊക്കെ ഭയങ്കരമായിട്ട് നടക്കണോ? ഓണക്കിന്റെ ഭയങ്കര തിരക്കിലായിട്ട് നടക്കുകയാണ് ഇവിടെ വണ്ടികളൊക്കെ. തൂഫാൻ ഇപ്പൊ ഇവിടെ ഇല്ല. പെരുമ്പാവൂർ അങ്ങനെ തൂഫാൻ നല്ലതായിരുന്നു. നല്ലതായിരുന്നു. അതാണ് ഞങ്ങളെ പെരുമ്പാവൂരുകാരല്ലേ? പെരുമ്പാവൂര് ഈ തൂഫാൻ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ടോ? നല്ല മാറ്റമുണ്ട്. നല്ല മൊത്തത്തിലും ഒരു മാറ്റമുണ്ട് ഇവിടെ പെരുമ്പാവൂർ. എങ്ങനെയുണ്ട്? പോലീസാണ് വളരെ നല്ലതായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പത്തെ ഭരണം തന്നെ നല്ലൊരു ചലഞ്ചായിട്ട് മാറിയേക്കാം. ആഭ്യന്തരമന്ത്രി നല്ല ഉഗ്രൻ കിടിലം രമേശ് ചെന്നിത്തല ഉഗ്രനായിട്ട് നടക്കുന്നു. തൂഫാൻ നല്ല ഇതാണ്, നല്ല പ്രവർത്തനമാണ്. മാറ്റമുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. നല്ല സേനയാണ്. ഇവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ പോലീസ് ഉള്ള ഒരു കച്ചറ ടീപ്പൊന്നുമില്ല. നല്ല പരിപാടിയാണ്. പോലീസുണ്ട്, ആഘോഷിക്കാം. तूफान अच्छा है ना, इधर के लिए पिरम्बोर के लिए ज्यादा अच्छा है, वो बेटर है. उसके लिए अगर इधर ड्रग्स सेल होगा तो वो अच्छा नहीं है ना. हमारी जनरेशन जो आगे आएगी उसके लिए बहुत बेटर रहेगा. ये तूफान है, बहुत अच्छा है यहाँ के लिए. केरला होम मिनिस्टर सूपर. हाँ, केरला ग्रेजुएट एवढे ड्रग्स जास्ती प्रॉब्लम है और उसके लिए बहुत अच्छा है. अगर यहाँ पे ड्रग्स होगा वो अच्छा नहीं है ना. എങ്ങനെയുണ്ട് പ്രാവശ്യത്തെ ഓണം? ഓണം അടിപൊളിയല്ലേ? തൂഫാനോ? തൂഫാൻ അടിപൊളി. ആ, എന്തൊക്കെയുണ്ട് ഈ തൂഫാന്റെ വിശേഷങ്ങൾ? തൂഫാന്റെ വിശേഷം ഇവിടെ ഒതുക്കി തുടങ്ങി. കുറെ ആൾക്കാരെല്ലാം പിടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയും പിടിച്ചോണ്ടിരിക്കണു. രമേശ് ചെന്നിത്തല നല്ല അടിപൊളി പരിപാടി വെച്ചേക്കണേ. അടിപൊളി. അപ്പൊ പിന്നല്ലേ സംശയമുണ്ടോ? ഈ ഒരു തൂഫാൻ വന്നതിന് ശേഷം പിന്നെ വലിയ മാറ്റമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നർക്കോ ഹണ്ട് നടക്കുന്നത്. അപ്പോൾ ഓണം കൂടിയാണ്. അപ്പോൾ ഈ ഓണം സമയത്ത് കൂടി കച്ചവടം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആഡംബരമായിട്ട് നോക്കണ്ട്, പിടിക്കുന്നുണ്ട്, സജീവമായിട്ടുണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഓണം അടിപൊളി. ഓണത്തിന് തൂഫാൻ തൂക്കി. ഓണവും അടിപൊളി ആയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു മഴ പെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. എന്തായാലും ഈ പ്രാവശ്യം വലിയൊരു മാറ്റമുണ്ട് അല്ലേ? മാറ്റമുണ്ട്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടല്ല, കഴിഞ്ഞ വലിയൊരു നർക്കോ ഹണ്ട് കുഴപ്പമില്ലാത്തതാണ്. ലഹരിക്കെതിരെ പോലീസാണ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പോലീസ് പെരുമ്പാവൂരിന് വേണ്ടി മാത്രമായിട്ടൊരു പോലീസ് സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അതിന് നന്ദിയുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി കുഴപ്പമില്ല, എന്നാലും ചില വിവാദങ്ങളിലൊക്കെ പുള്ളി പോയി ചാടാറുണ്ട്. എന്നാലും കുഴപ്പമില്ല. തൂഫാനും കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡൊക്കെ ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട്. ലഹരി സംബന്ധമായിട്ടുള്ളൊരു പിന്നെ പോലീസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവുന്നതുകൊണ്ട് ഒരു ഭയമുണ്ട് ആൾക്കാർക്കല്ല. ഓണം അടിപൊളിയല്ലേ? തൂഫാനൊക്കെ ഒതുങ്ങിയുണ്ട് പയ്യെ. ഇപ്പം നേരിട്ട് ലൈവായിട്ട് മീറ്റില്ല പണ്ടത്തെ കൂട്ട്. ഇപ്പം എവിടെയെങ്കിലും മറയിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. മാറ്റമുണ്ട്. അല്ല, ചെറിയൊരു മാറ്റം ഇവിടെ നല്ലതാണ്. ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒത്തിരി ഉണ്ടല്ലോ. അവർക്ക് ഇത് മുക്കിലും മൂലയിലും എവിടേക്ക് കച്ചവടം നടന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തൂഫാൻ വന്നുകൂടി ഇപ്പോൾ ഇത് നല്ലൊരു സമ്പ്രദായമാണ്. മാറ്റം വരും. ഓണം എങ്ങനെയുണ്ട്? തൂഫാനും ഒരു നല്ല രീതിയിൽ ഇവിടെ മുന്നോട്ട് കൊണ്ട് ഇരുന്ന കുഴപ്പമില്ല. തൂഫാൻ കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ട്. മാറ്റങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഒറ്റയടിക്കുന്ന അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. പോലീസുകാർ കുഴപ്പമില്ല, അടിപൊളിയാണ്. ആഭ്യന്തരമന്ത്രിയും കുഴപ്പമില്ല. അതെ, തൂഫാൻ ഇവിടെ പോലീസുകാർ ശരിക്കും വന്നിട്ട് ഇവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. അവര് ഡേ നൈറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പോലീസുകാർ നല്ല ക്രിയാത്മകമാണ്. അവര് കുഴപ്പമൊന്നുമില്ല. അത് ഉഷാറായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഭായിമാരെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. അത് ഞായറാഴ്ചയൊക്കെ ഇവിടെ ഭയങ്കര അലമ്പായിരുന്നു. ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ഒതുക്കം വന്നിട്ടുണ്ട്. നല്ല ഒപ്പം തന്നെ തൂഫാനൊപ്പമാണ്. ഓക്കെ.
മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ തൂഫാൻ കൊണ്ടുവന്ന നിലയിൽ 100-ൽ എത്ര മാർക്ക് കൊടുക്കാം? 100 കൊടുക്കാതെ കൊടുക്കാം, 100-101 കൊടുക്കാം. 101 കൊടുക്കാം. അത്രയും മികച്ച ഭരണവും അടിപൊളി പദ്ധതിയാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഓണമൊക്കെ വിളിക്കട്ടെ. ഓക്കെ, അടിപൊളി. തൂഫാൻ സൂപ്പറായിരുന്നു. അത് പണ്ടേ ചെയ്യേണ്ടായിരുന്നു. 10 കൊല്ലം എവിടെയായിരുന്നു സർക്കാർ? 10 വർഷം എവിടെയായിരുന്നു? ഒരു എക്സൈസ് വകുപ്പോ ഒരു പോലീസ് വകുപ്പോ ഇവിടെ ഉണ്ടായിരുന്നോ? പെരുമ്പാവൂർ ഭായിമാരെ കിടന്ന് കൂത്താടല്ലേ, കുർമാളിക്കല്ലേ? അറുതി ഒരു കുറച്ചൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ചെയ്യണം. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. പോലീസുകാരുണ്ടായിട്ട് കാര്യമില്ലല്ലോ. പോലീസുകാർ ഈ ടൗണിൽ കൂടെ മാത്രം നടന്നിട്ട് കാര്യമില്ല. ഇതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് പോകണം. ഇവിടെ മാത്രമല്ല, ഉള്ളേരിയയിലേക്ക് പോകണം. തൂഫാൻ അടിപൊളിയാ, അടിപൊളി, സൂപ്പർ. ആഭ്യന്തര സൂപ്പർ അല്ലേ? പിന്നെ ഇത് ഇപ്പോഴല്ലേ ഒരു മന്ത്രി ഇട്ടെന്ന് അറിഞ്ഞേ? 10 കൊല്ലം ഇവിടെ മന്ത്രി ഇട്ടായിരുന്നോ? ഈ 28 ബാറിൽ നിന്ന് 900 ബാറിലേക്ക് ആക്കി കൊടുത്തില്ലേ? പെരുമ്പാവൂരല്ലാണോ? എങ്ങനെയുണ്ട് ഇവിടെ തൂഫാനൊക്കെ വന്നതിന് ശേഷം? തൂഫാനൊക്കെ അത്യാവശ്യം അടിപൊളി, സുഖമായിട്ട് നടക്കാം. നേരത്തെ നടക്കാൻ നിറച്ചും ഭായിമാരൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. +1. എന്തായാലും +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമ്മളോടൊപ്പം. തൂഫാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ല തൂഫാനല്ല, ഭായിമാർ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നടക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ നടക്കാൻ പറ്റും. ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല? അടിപൊളി. ലഹരിക്കെതിരെയാണോ? ലഹരിക്കെതിരെ തൂഫാൻ സെറ്റാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇല്ലല്ല, അപ്പൊ പെരുമ്പാവൂർ പഴയ പെരുമ്പാവൂരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബിലാലിന്റെ വാക്കുകൾ ഞങ്ങൾ കടമെടുക്കുകയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പെരുമ്പാവൂർ പഴയ പെരുമ്പാവൂരല്ല. ബിലാലിന്റെ വാക്കുകൾ ഞങ്ങൾ കടമെടുത്തു. അടിപൊളിയാണ്, സെറ്റാണ്. നേരത്തെ നല്ല തിരക്കായിരുന്നു. ഇപ്പം ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, പോലീസും എല്ലാ അധികാരികളും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പോലീസിന് അടിപൊളി, സെറ്റാണ്. 24 hours ഉണ്ട്. രാത്രി കാലങ്ങളിലൊക്കെ വിജനമായ സമയങ്ങളിലൊക്കെ അവർ വന്ന് പോകുന്നുണ്ട്. ഈ ഓണം തൂഫാനൊപ്പം അടിച്ചു പൊളിക്കാൻ തന്നെയല്ല, മയക്കുമരുന്നിനെതിരാണ് ജനങ്ങൾ മൊത്തം. ചരിത്രമാണ്, സംഭവമാണ്. നല്ലതാണ്, നല്ല പരിപാടിയാണ്. ഇല്ല, അതെ. ഉണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. ഇനിയും കുറച്ചും കൂടി മാറാനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. നല്ല കുറച്ചും കൂടെ നന്നായിട്ടുണ്ട്. ഒത്തിരി പ്രയോജനമുണ്ട്. ഇടയ്ക്ക് ഇട്ടിട്ട് പോകാതിരുന്നാ മതി. ഇട്ടിട്ട് പോകത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു എങ്ങനെയുണ്ട്? എനിക്കിഷ്ടം. അത് ഞങ്ങളെല്ലാം സപ്പോർട്ടാണല്ലോ. പിന്നെ കുട്ടികളെയൊക്കെ രക്ഷിക്കണ്ടേ. എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണം നല്ലതാണ്. ഇവിടെയാണോ? പെരുമ്പാവൂർ തന്നെയല്ലേ? ഇവിടെ സ്കൂൾ കുറുപ്പുംപടി. തൂഫാൻ എങ്ങനെയുണ്ട് ഇവിടെ? നല്ല അഭിപ്രായമാണ്. ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണപരിപാടി കഴിഞ്ഞു സ്കൂളിൽ? നാളെയാണോ? മറ്റേ ഓണക്കോടിയൊക്കെ എടുക്കാം. എടുത്തോണ്ടിരിക്കാം. എങ്ങനെയുണ്ട് പെരുമ്പാവൂര്? നേരത്തെ തൂഫാൻ വന്നപ്പം വലിയ മാറ്റമുണ്ടോ? നല്ല മാറ്റമുണ്ട്. ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പോലീസൊക്കെ ഇറങ്ങി. നേരത്തെ ഇവിടെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമോ? മറിച്ച് ഭയം കാണും. അപ്പൊ ഏതെങ്കിലും പേടിയൊക്കെ ഉണ്ടായിരുന്നോ? തട്ടിക്കൊണ്ടാണൊക്കെ പേടിയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടോ? ഇല്ല, മറ്റേ പോലീസുകാരെ സംരക്ഷിക്കല്ലേ. പോലീസുകാരെങ്ങനെയുണ്ട്? നല്ല പോലീസുകാരെ. അല്ലേ? പരിപാടി കഴിഞ്ഞിട്ട് വരുന്നതാണെന്ന് തോന്നുന്നത്. ഇവിടെയാണോ സ്ഥിരം ബസ് കയറാൻ നിൽക്കാറുള്ളത്? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ മാറി. അത്യാവശ്യം നല്ലതാ. ഇല്ല, നാളെ.
മറ്റേ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല അറിയാം അല്ലേ? അദ്ദേഹം കൊണ്ടുവന്ന തൂഫാൻ എങ്ങനെയുണ്ട്? നേരത്തെ ഇവിടെ നിന്നാണോ സ്ഥിരം ബസ് കയറാറുള്ളത്? ഇടക്കിടക്ക് നേരത്തെ ഈ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറെ തിരക്കൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവാ. കുറവുണ്ട്. എങ്ങനെയുണ്ട് തൂഫാൻ? തൂഫാനൊക്കെ ആണോ? എങ്ങനെയുണ്ട് തൂഫാൻ? നല്ലതാണ്. കുറെ ഭായിമാരെ പിടിക്കുന്നു. മാറ്റമുണ്ടോ ഇവിടെ? മാറ്റമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ഇവിടെ പെരുമാറുന്നത്? അല്ലല്ല ഭായിമാർ കൂടുതലല്ലായിരുന്നോ ഇപ്പൊ കുറഞ്ഞ് നല്ലാണ്. ആൾക്കാര് അങ്ങനത്തെ ആൾക്കാരില്ലാത്തോണ്ട് സുഖമായിട്ട് എടുക്കാൻ പറ്റും. സുഖമായിട്ട് നടക്കാൻ പറ്റും. യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല മാറ്റമുണ്ട് അല്ലേ? ഓണം അടിപൊളിയല്ലേ? തൂഫാനോ? തൂഫാനും നല്ല മാറ്റമുണ്ട്. എങ്ങനെയുണ്ട് പോലീസ് സേന പുതിയ? കുഴപ്പമില്ല. അകപ്പാണ് കാര്യങ്ങള് ഉഷാറായി നടക്കുന്നുണ്ട്. ഇപ്പം നേരത്തേക്ക് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ ആ തിരക്കൊക്കെ മാറിയില്ലേ? ആ തിരക്കുണ്ട്, എന്നാലും മാറ്റമുണ്ട്. ഭായിമാരുടെ ഇത്തവണ ഓണം തൂഫാൻ ഇപ്പൊ ആഘോഷിക്കാം. ആഘോഷിക്കാം. ഈ ബംഗാളികളൊക്കെ കുറെ പോയി. അങ്ങനെ മാറ്റം. അതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. അതെ, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ തട്ടലും മുട്ടലായിട്ട് ഫോട്ടോ കാണിച്ചാൽ പറയാം ആരാണ്? മറ്റേ ചെന്നിത്തല, രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല അദ്ദേഹം കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്. നല്ല എനിക്ക് എന്തെങ്കിലും അതിനകത്ത് മാറ്റങ്ങൾ തോന്നുന്നു? പെരുമ്പാവൂരിൽ തന്നെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാ മാറ്റങ്ങൾ? അത് സാധാരണ ഭായിമാരൊക്കെ ഭയങ്കര തിരക്കാറുണ്ട്. മാറ്റങ്ങളുണ്ട്. പേടിയുണ്ടായിരുന്നോ ആ സമയത്തൊക്കെ? ആ സമയത്തൊക്കെ നല്ല ഇതുണ്ടായി, പേടിയായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ കുഴപ്പമില്ല. നമ്മുടെ പോലീസുകാരൊക്കെ എങ്ങനെയുണ്ട്? ചെക്കിംഗ് ഉണ്ടോ? ഇപ്പൊ ചെക്കിംഗ് ഉണ്ട്. ബസ്സിലൊക്കെ കയറി, എല്ലാത്തും കയറി ചെക്കിംഗ്. എങ്ങനെയുണ്ട് പോലീസുകാർ? കുഴപ്പമില്ല, നല്ലതാണ് ഇപ്പോഴത്തെ പോലീസ്. നല്ലതാണ്. എതിരെ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും തൂത്ത് മാറ്റി കളയേണ്ട ഒരു സംഭവമാണ്. അതാണ് അതിൻ്റെ ഒരു ശരി. മാറ്റമുണ്ടോ? മാറ്റം അതെനിക്ക് അറിയില്ല, കാരണം ഞാൻ അങ്ങനെ എപ്പോഴും സ്ഥിരം വരണതല്ല. നേരത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവുണ്ടോ? തിരക്ക് കുറവുണ്ട്. എന്തായാലും ഓണവും തൂഫാനും എല്ലാം പൊളിച്ചെടുക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസികളും കച്ചവടക്കാരും എല്ലാവരോടും ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഉഷാറായിട്ട് തൂഫാനും അതോടൊപ്പം രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരവും അവരുടെ പോലീസ് സേനയും നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും മികച്ച ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 24 hours ഇവിടെ പോലീസുകാരുണ്ട്. ഒരു പോലീസ് 8 പോസ്റ്റ് ഉണ്ട് ഇവിടെ. അങ്ങനെ ആകെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടവും ഈ ഓണം കഴിഞ്ഞിട്ട് തുടങ്ങാനിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടി ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. നാളെ ഒരു ഭാവിക്കായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ യുവതലമുറയുടെ നല്ലൊരു ഭാവിക്കായിട്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിനെ ഒരു പറ്റം ജനങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ, ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ അതിനെ കൈകോർത്തിരുകയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യവും.